ആൻറ്റി ഷൗക്കത്ത് വോട്ടുകൾ, UDF നിന്നുള്ള ആൻറ്റി ഷൗക്കത്ത് വോട്ടുകൾ, ആ ഷൗക്കത്ത് വിരുദ്ധ വോട്ടുകൾ എനിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന ഒരു ചർച്ചയുടെ ഫലമായി, അല്ലെങ്കിൽ CPM അവർക്ക് കൊടുത്തൊരു കണക്കിൻ്റെ ഭാഗമായിട്ട് ആ വോട്ടുകളിൽ നിന്ന്, എനിക്ക് വരേണ്ട വോട്ടുകളിൽ നിന്ന് സർവേ ഫലം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം നടത്തിയ, ഈ രാത്രി വരെ നടത്തിയ അന്വേഷണത്തിലും ബ്ലോക്കായിട്ട് എനിക്ക് വരേണ്ട ഒരു 10,000-ഓളം വോട്ടുകൾ സ്വരാജിൻ്റെ പെട്ടിയിലേക്ക് പോയിട്ടുണ്ട് എന്ന കൃത്യമായ വിവരം ലഭ്യമായിരിക്കുകയാണ്. അതെന്നെ സംബന്ധിച്ച് വലിയൊരു നഷ്ടമാണ്. സ്വരാജ് തോറ്റമ്പിക്കിടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു, എനിക്കറിയത്. ആ തോറ്റമ്പിക്കിടന്ന സ്വരാജിന് ഓക്സിജൻ കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങളെത്തി. ഞാൻ 35,000-40,000 വോട്ടിൻ്റെ മേലെ സ്വരാജ് പിടിക്കില്ല എന്ന് ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞ, ഞാൻ വെറുതെ ഇങ്ങനെ കൊട്ടക്കണക്ക് പറയല്ല. ഞാൻ CPMമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അവരുടെ ഉത്തരവാദിത്തപ്പെട്ട താഴേക്കടയിലുള്ള ഒട്ടനവധി നേതാക്കന്മാരുമായിട്ട് നമ്മൾ നിരന്തരമായിട്ട് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ സഖാക്കൾ തന്ന കണക്കും അത് പരിശോധിച്ച് ഉറപ്പ് വരുത്തിയിട്ടാണ് 35,000-40,000 വോട്ടേ സ്വരാജ് പിടിക്കുമെന്ന് പറഞ്ഞത്. പക്ഷെ നിർഭാഗ്യവശാൽ CPM ഇവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയും എൻ്റെ പ്രവർത്തനങ്ങൾ പൊതുവായിട്ട് കൊട്ടിഘോഷിക്കപ്പെട്ട രീതിയിൽ കാണാതാകുകയും തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടവും കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുകയും ചെയ്തുകൊണ്ട് എനിക്ക് വോട്ട് സ്വരൂപിക്കാൻ കഴിയില്ല എന്ന CPM കൊടുത്ത കണക്ക് വിശ്വസിച്ചുകൊണ്ട് ഷൗക്കത്ത് തോൽക്കണം, അവരാവശ്യം അതാണ്. ഒരു കാരണവശാലും ഷൗക്കത്തിനെ അംഗീകരിക്കാൻ കഴിയില്ല. അപ്പോൾ അൻവറിന് വോട്ട് ചെയ്തിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ പിന്നെ എന്താ മാർഗം? ആ വോട്ട് ക്രോസ് വോട്ട് ബ്ലോക്കായിട്ട് അരിവാൾ ചുറ്റിക കണ്ടാൽ ഓടുന്ന പല UDF പ്രവർത്തകരുമാണ് കഷായം നമ്മൾ കുടിക്കുന്ന പോലെ ആ വോട്ട് ചെയ്തിട്ടുള്ളത്. അത് സത്യത്തിൽ ഭയങ്കര ഒരു ഷോക്കിംഗ് ന്യൂസായിപ്പോയി എന്നെ സംബന്ധിച്ചിട്ട്. പക്ഷേ ദൈവകൃപ ഉണ്ടെങ്കിൽ ഇന്ന് എനിക്ക് കിട്ടിയ സർവേ റിപ്പോർട്ടിൽ വസ്തുതാപരമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാനാണ് പാരാമീറ്റേഴ്സ് നിശ്ചയിച്ചു കൊടുത്തത്. ഇവിടെ 139 MLA-മാരും MP-മാരും മന്ത്രിമാരൊക്കെ വന്നുപോയി. ഒരാളെ അനങ്ങാൻ കഴിയാത്ത വിധം ഓരോ വോട്ടറുടെയും അവൻ്റെ കുടുംബസ്ഥിതിയും അവൻ്റെ സാമൂഹിക ചുറ്റുപാടും അവൻ്റെ സാമ്പത്തിക ചുറ്റുപാടും കണ്ട് ബ്ലോക്കായിട്ട് അവൻ്റെ വോട്ട് തിരിക്കാനുള്ള അത്രയും ഡീപ്പായിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന ആളുകൾക്കൊന്നും മനസ്സിലായില്ല. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു മുക്കിലോ മൂലയിലോ ഒരു ഇല ഇളകിയാൽ അത് അറിയാനുള്ള വ്യക്തിബന്ധങ്ങൾ PV അൻവറിനുണ്ട് എന്ന് ഇവരാരും മനസ്സിലാക്കിയില്ല. അപ്പോൾ അവരൊക്കെ ഓരോ വീട്ടിൽ കയറി പറഞ്ഞതും ഓരോ വ്യക്തികളോട് പറഞ്ഞതും ഇവിടുത്തെ പല സംഘടനകൾക്ക് കൊടുത്ത ഓഫറും എല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കെ കൃത്യമായി അതിനെ ഞങ്ങൾ ഹാൻഡിൽ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് ചില ആളുകൾ അപ്പുറത്ത് നിർത്താൻ ചില ഘട്ടങ്ങളിൽ സാധിച്ചിരുന്നു. പല ഓഫറുകൾ കൊടുത്തിട്ട് പാവപ്പെട്ട കുറേ വോട്ടർമാരെ അവരെ പറഞ്ഞു തിരുത്താൻ ഞങ്ങളുടെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിരുന്നുകാർ പോവുകയും നാട്ടുകാർ മാത്രമാകുകയും ആ നാട്ടുകാരുടെ കൂട്ടത്തിൽ PV അൻവർ ഒറ്റക്കാവുകയും ചെയ്തു. നിങ്ങളന്ന് എന്നോട് ചോദിച്ചു, എന്താണ് ഈ കൊട്ടിഘോഷത്തിന് എന്താ നിങ്ങളെ കാണാത്തതെന്ന്, എന്താ കൊട്ടിക്കലാശം. ഞാനന്ന് പറഞ്ഞ മറുപടി ഉണ്ട്. ഞങ്ങൾ തുടക്കം ആരംഭിക്കുകയാണ്. ഞങ്ങളെ കൊട്ടിക്കലാശം 19-ാം തീയതിയാണ്. അത് നിലമ്പൂരിലെ ജനങ്ങൾ അവരുടെ വിരൽത്തുമ്പുകൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും പിണറായി സത്തിനെതിരെ.